നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ കടുത്ത സമ്മർദ്ദത്തിലാക്കാൻ വ്യാപക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് അഭിഭാഷകർ കത്ത് നൽകി. കോടതികളുടെ ഐക്യത്തിനും വിശ്വാസ്യതയ്ക്കും അന്തസ്സിനും നേർക്ക് കടന്നാക്രമണം നടക്കുകയാണെന്നാണ് കത്തിൽ നൽകുന്ന മുന്നറിയിപ്പ്. രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി ഒരു വിഭാഗം നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സ് കെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാണ് കത്തിൽ കുറ്റപ്പെടുത്തുന്നത്. ഇക്കൂട്ടത്തിൽ ചില അഭിഭാഷകരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും മുന്നറിയിപ്പ് നൽകുന്ന കത്തിൽ തങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്നും കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. നിക്ഷിപ്ത താൽപര്യക്കാർ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് കത്തിന്റെ ഉള്ളടക്കം. ജുഡീഷ്യറി ഭീഷണിയിൽ രാഷ്ട്രീയ ഔദ്യോഗിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ജുഡീഷ്യറിയെ രക്ഷിക്കുക എന്ന പേരിലാണ് അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിനെ അഭിസംബോധന ചെയ്ത് കത്ത് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയും കോടതികൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച കോടതി നടപടിക്രമങ്ങളെ അട്ടിമറിക്കാനും തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താനും ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നാണ് കത്തിലെ പ്രധാന ആരോപണം. രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട അഴിമതി കേസുകളിലാണ് ഇത്തരത്തിൽ സമ്മർദ്ദവും സ്വാധീനവും ഉണ്ടാകുന്നത്. കോടതിയുടെ അന്തസ്സ് കെടുത്തുന്ന തരത്തിൽ ആസൂത്രിത പ്രചാരണങ്ങൾ നടത്തുന്നു. സമകാലീന കോടതി നടപടികളിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിൽ ഒരടിസ്ഥാനവുമില്ലാതെ പണ്ടൊരു സുവർണകാലം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. കോടതികൾക്ക് മെച്ചപ്പെട്ട ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. സുവർണകാലം കഴിഞ്ഞുപോയി തുടങ്ങിയ ആസൂത്രിത പ്രചാരണങ്ങൾ കോടതിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിക്കും. രാഷ്ട്രീയ നേട്ടങ്ങൾ മുൻനിർത്തി ആസൂത്രിതമായി നടത്തുന്ന പ്രചാരണങ്ങളാണ് ഇത്. ചില കേസുകൾ പ്രത്യേക ജഡ്ജിമാരുടെ ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ബെഞ്ച് ഫിക്സിംഗ് നടക്കുന്നു എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഈ കോടതിയെ നിന്ദിക്കുന്നതിന് തുല്യമാണിത്. കോടതിയുടെ അന്തസ്സിനും ബഹുമാനത്തിനും നേർക്കുള്ള കടന്നാക്രമണവുമാണ് ഇതെന്നും കത്തിൽ പറയുന്നു. ചില അഭിഭാഷകർ പകൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും രാത്രി മാധ്യമങ്ങളുടെ ന്യായാധിപന്മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നിയമവാഴ്ച തന്നെയില്ലാത്ത ചില രാജ്യങ്ങളിലേതുപോലെയുള്ള നിലവാരത്തിലേക്ക് പോലും ചിലർ താഴ്ന്നു പ്രവർത്തിക്കുന്നു എന്ന് കത്തിൽ കുറ്റപ്പെടുത്തുന്നു. നിശബ്ദ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉള്ളവർ സെലക്ടീവ് വിമർശനമാണ് നടത്തുന്നത്. തങ്ങൾക്ക് അനുകൂലമായ വിധികൾ വരുമ്പോൾ പ്രശംസിക്കുകയും മറിച്ചാകുമ്പോൾ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു.